ഡാർക്ക് നെറ്റ് ഉപയോഗിച്ച് കേരളത്തിൽ നിന്ന് കെറ്റാമിൻ എന്ന് പറയുന്ന ലഹരി വസ്തു ഓസ്ട്രേലിയയിലേക്ക് ഇംഗ്ലണ്ടിലേക്കൊക്കെ കടത്തിയിരുന്ന രണ്ടുപേരെ കൂടി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടികൂടി. ഒന്ന് അയാളുടെ പേര് ഡിയോൺ, പിന്നെ ഒന്ന് അയാളുടെ ഭാര്യ അഞ്ജു. ഈ ഡിയോണും അഞ്ജുവും വാഗമൺ കേന്ദ്രീകരിച്ച് റിസോർട്ട് നടത്തിയിരുന്നു. അവരെന്നിട്ട് മൺസൂൺ മഷ്റൂം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഹോട്ടലിൻ്റെ റിസോർട്ടിൻ്റെ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. എന്നിട്ട് ഇവർ റേപ്പ് ഡ്രഗ് എന്ന പേരിലാണ് കെറ്റാമിൻ അയച്ചുകൊണ്ടിരുന്നത്. ഒരു മരുന്ന് അല്ലെങ്കിൽ മയക്കുമരുന്ന് തരത്തിലാണ് ഈ കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഡിയോണും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ നിന്ന് പിടികൂടിയ എഡിസണും അതുപോലെ അരുണും, അതായത് എഡിസൻ്റെ സഹായിയായ അരുണും ഒക്കെ ഒരുമിച്ച് പഠിച്ചവരാണ് എന്നുള്ളതാണ് ഈ ലിങ്കിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡിയോണിനെയും അഞ്ജുവിനെയും എഡിസണെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം. അരുണിനെയൊക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ തീവ്രത, ഡെപ്ത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പറയുന്നത്. നാർക്കോട്ടിക് ബിസിനസ് ഒരു ഡേർട്ടി ബിസിനസ്സാണെന്ന് മോഹൻലാൽ സിനിമയെ പറയുമെങ്കിലും ഈ എഡിസണ് കൃത്യമായിട്ടറിയാം ഇതൊരു ഡേർട്ടി ബിസിനസ് ആണെങ്കിലും കോടികൾ കൊയ്യാൻ പറ്റിയ മേഖലയാണെന്ന്. അതിനയാൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് കഴിഞ്ഞ ദിവസം കുറേ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പ്രേക്ഷകർ അതത്ര കാര്യമായി എടുത്തില്ല. പ്രേക്ഷകർ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ മലയാളികൾ ചെയ്തു കൂട്ടുന്ന, കാശിന് വേണ്ടി ചെയ്തു കൂട്ടുന്ന ഇല്ലീഗൽ ബിസിനസ്സുകളും മറ്റ് മാർഗങ്ങളെക്കുറിച്ച് നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഡാർക്ക് നെറ്റിലെ പ്രത്യേക ബ്രൗസിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് മറ്റാർക്കും കടന്നു കയറാൻ പറ്റാത്ത തരത്തിൽ ഇടപാടുകാരും ഈ വിൽപ്പനക്കാരും തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കുന്നു. പല പേരുകളിലാണ് എഡിസൺ അയാളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിനിയോഗിച്ചിരുന്നത്. അയാൾ ഡാർക്ക് നെറ്റിൽ ഇടപെട്ടിരുന്നത്. എങ്കിലും അയാളുടെ ഇടപാടുകാരുമായി കൃത്യത, ഗുണം അല്ലെങ്കിൽ കൃത്യസമയത്ത് ഡെലിവറി ഇതൊക്കെ ചെയ്യാൻ അയാൾ കൃത്യമായി ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ചെറിയ കാലയളവിൽ തന്നെ കോടികൾ സമ്പാദിച്ചു. ഈ ഡിയോന്റെ റിസോർട്ടിലും അയാൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇപ്പോൾ പറയുന്നത്. ഇവർ എല്ലാവരും ഡ്രഗ് ഉപയോഗിക്കും, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കും. അതിനുള്ള DJ പാർട്ടി തുടങ്ങി അതിനൊക്കെയുള്ള അവസരങ്ങൾ ഇവരുടെ റിസോർട്ടിൽ സജ്ജമാക്കുകയും ചെയ്യും. ഈ എഡിസണ് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്. ഇവർ മൂവാറ്റുപുഴയിലെ വീട്ടിലാണ് താമസം. ഈ മകന് നിരന്തരം പാഴ്സലുകൾ വരാറുണ്ട്, പാഴ്സൽ പൊട്ടിച്ച് നോക്കാറുണ്ട്. IT ജോലി, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു എന്നല്ലാതെ വീട്ടുകാർക്ക് മറ്റൊന്നും അറിയില്ല. 29 വയസ്സുകാരനാണ്. വേണമെങ്കിൽ രക്ഷിതാക്കൾക്ക് ഇപ്പോഴും വേണമെങ്കിൽ നിയന്ത്രിക്കാവുന്ന പ്രായമൊക്കെയാണ്. ഏതായാലും ഈ എഡിസനെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് എന്താണ്? മകളെ കൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് നഴ്സറിയിൽ പോകുന്ന ഒരു സാധാരണ അച്ഛൻ. അത് കഴിഞ്ഞ് വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു. മറ്റാരുമായിട്ടും അധികം സഹകരണം ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. എല്ലാ ആളുകളോടും സൗമ്യമായും സ്നേഹത്തോടെയും പെരുമാറുന്ന ഒരു മനുഷ്യൻ. ഇയാൾ എങ്ങനെ അണ്ടർവേൾഡ് കിങ് ആകും, ഡോൺ ആകും എന്ന് മൂക്കത്ത് വിരൽ വച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴക്കാർ. എന്നാൽ ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ NCR ഇയാൾ എങ്ങനെയാണ് പിടിച്ചത്? 4 മാസത്തെ റിസർച്ച് ഉണ്ട്. ഇയാൾക്ക് ഇൻ്റർനാഷണൽ തപാൽ വഴി നിരന്തരം കൊറിയറുകൾ വരുന്നു, അതിനകത്ത് പാഴ്സലുകളുണ്ട്. അപ്പോൾ ഒരു പാഴ്സലിൽ നിരന്തരം പാഴ്സലുകൾ വരുമ്പോൾ, വിദേശത്തു നിന്നൊക്കെ പാഴ്സലുകൾ വരുമ്പോൾ സ്വാഭാവികമായും കസ്റ്റംസിന് സംശയം തോന്നുമല്ലോ. ഒരു പക്ഷേ എങ്കിൽ ഇയാൾക്ക് ആവശ്യക്കാർ കൂടിയപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങിയതായിരിക്കാം. അങ്ങനെയൊക്കെ ആകാം പിടിക്കപ്പെടുന്നത്. അതുമാത്രമല്ല, ഈ മൺസൂൺ മഷ്റൂം എന്ന പരസ്യം ആ ഡിയോളും അഞ്ജുവും നൽകിയ പരസ്യങ്ങളൊക്കെ സംശയദൃഷ്ടിയോടുകൂടി ആര് നോക്കിയിരുന്നു? നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നോക്കിയിരുന്നു. അവർ ചുമ്മാതല്ലല്ലോ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിയിരിക്കുന്നത്. അവരിതൊക്കെ കൃത്യം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ നിരീക്ഷണത്തിനൊടുവിലാണ് അവരെ പിടികൂടുന്നത്. അപ്പോൾ ഈ വന്ന പാഴ്സലിൽ ചില സംശയങ്ങൾ തോന്നിയ കസ്റ്റംസാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വിവരമറിയിക്കുകയും അത് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ LSD സ്റ്റാമ്പുകളൊക്കെ അതിനകത്ത് കാണുകയും ചെയ്യുന്നു. അങ്ങനെ എഡിസണിലേക്ക് എത്തുന്നു. എഡിസനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയ ശേഷം ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോക്കാർ പല കാര്യങ്ങളും, ഒരു കാര്യം പറയാനുണ്ട് മിസ്റ്റർ എഡിസൺ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുറത്തുനിന്ന് സംസാരിക്കുകയാണ്. പറഞ്ഞു വന്നിട്ട് ഞങ്ങൾക്കറിയേണ്ടത് ഇതൊന്നുമല്ല, കെറ്റാമിനോണിനെ കുറിച്ചാണ് അറിയേണ്ടത്. കെറ്റാമിനോൺ എന്ന് പറയുമ്പോൾ കേട്ടപ്പോൾ എഡിസൺ ഞെട്ടി. അതെന്താണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇയാളുടെ ഡാർക്ക് നെറ്റിലൂടെ ഒരു ശൃംഖല ക്രിയേറ്റ് ചെയ്തിരുന്നു. ലഹരിയുടെ ആവശ്യക്കാർ, ഇടപാടുകാർ എല്ലാവരും ചേരുന്ന ഒരു നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്കിൻ്റെ പേരാണ് കെറ്റാമിനോൺ. കെറ്റാമിനാണ് ഇവർ കൃത്യമായി കൊടുത്തിരുന്ന ഒരു വിഷപദാർത്ഥമല്ല, രാസലഹരി വസ്തു. അതുപോലെ തന്നെ സ്റ്റാമ്പ്. ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തതോ
കേരളത്തിൽ സാമാന്യഗതിയിൽ എല്ലാ ഏജൻസികളും, പോലീസ്, എക്സൈസ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, അതുപോലെ തന്നെ കസ്റ്റംസ്, ഇവരെല്ലാവരും കൂടി ചേർന്ന് പിടിക്കുന്നത് ഏറിയാൽ ഒരു 1000 LSD സ്റ്റാമ്പായിരിക്കും പിടിക്കുന്നത്. ഏറിയാൽ ഒരു വർഷം ഇത്രയും ഏജൻസികൾ ചേർന്ന് പലയിടങ്ങളിൽ റെയ്ഡ് നടത്തിയൊക്കെ പിടിക്കുന്നത് എത്രയായിരിക്കും? വെറും ഒരു 1000 LSD സ്റ്റാമ്പായിരിക്കും. എന്നാൽ ഇവൻ്റെ ഒറ്റ വീട്ടിൽ, എഡിസന്റെ വീട്ടിൽ മാത്രം പരിശോധിച്ചപ്പോഴോ കിട്ടിയത് 1127 സ്റ്റാമ്പുകളാണ്. അപ്പോൾ ഇവൻ്റെ വിൽപ്പന എത്രമാത്രം വലുതായിരിക്കും, ഇവൻ്റെ ശൃംഖല എത്രമാത്രം വലുതായിരിക്കും. അതായത് കേരളത്തിൽ നാളിതുവരെ നടന്ന റെയ്ഡുകളിൽ, അതുപോലെ ഓപ്പറേഷൻ, ഇപ്പോൾ ഹണ്ടൊക്കെ, ഡി ഹണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഹണ്ടുകൾ നടത്തുന്നുണ്ടല്ലോ, ഇതിലൂടെയൊക്കെ പിടിച്ചെടുക്കുന്നത് പരമാവധി ഒരു വർഷം 1000 LSD സ്റ്റാമ്പ്. എന്നാൽ ഒറ്റ റെയ്ഡിലൂടെ ഒരുത്തൻ്റെ വീട്ടിൽ നിന്ന് 1127 LSD സ്റ്റാമ്പ് പിടിച്ചു എന്ന് വരുമ്പോൾ ഇയാൾ എന്തുമാത്രം ലഹരി വിൽപ്പനയാണ് നടത്തിയിരുന്നത്, എന്തുമാത്രം വലിയ ശൃംഖലയാണ്, നെറ്റ്വർക്കാണ് ഇയാൾക്കുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, ഇയാളുടെ നെറ്റ്വർക്ക് എവിടെയാണ്? ഡിയോളും അഞ്ചുവും ഒക്കെ എവിടെയോട്ടോ ചെയ്തത്? ഓസ്ട്രേലിയയിലേക്ക്. ഇവിടെ നിന്ന് കെറ്റാമിൻ കയറ്റി അയക്കുകയാണ്. എങ്ങനെ, എന്ത് പറഞ്ഞിട്ടാണ്? റേപ്പിംഗ് ഡ്രഗ്, റേപ്പ്, ബലാത്സംഗം ചെയ്യാൻ എന്താണ് പറ്റുന്ന തരത്തിലുള്ള ഒരു ഡ്രഗാണ് ഇതെന്ന് പറഞ്ഞിട്ട് കെറ്റാമിൻ ഇവരിവിടെ നിന്ന് കയറ്റി അയക്കുന്നു. ഈ എഡിസൺ ചെയ്യുന്നതോ ഇംഗ്ലണ്ടിൽ നിന്ന് ഗുഞ്ചാബിൻ എന്ന് പറയുന്ന UK-യിലെ ലഹരി വ്യാപാരിയിൽ നിന്ന് ഹോൾസെയിലായിട്ടാണ് ഇയാൾ സ്റ്റാമ്പ് വാങ്ങുന്നത്. സ്റ്റാമ്പും മറ്റ് ലഹരി വസ്തുക്കളും വാങ്ങിയിട്ട് ഇയാൾ കൊടുക്കുന്നത് ചെന്നൈ, അതുപോലെ തന്നെ ബംഗളൂരു, ഭോപ്പാൽ, പാറ്റ്ന, ഡൽഹി തുടങ്ങിയ മെട്രോ നഗരങ്ങളിലേക്കാണ് എഡിസൺ ഈ ലഹരി വസ്തുക്കൾ വിറ്റുകൊണ്ടിരുന്നത്. ഇയാളുടെ ഇടപാടുകാരൊക്കെ അവിടെയാണ് ഉണ്ടായിരുന്നത്. ഈ ഇടപാടുകാരെയും അതുപോലെ തന്നെ ഇടനിലക്കാരെയും ഒക്കെ പോലീസ് ഉടനെ തന്നെ, അതായത് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉടനെ തന്നെ പിടികൂടുമെന്നതാണ് അതിലെ മറ്റൊരു വാസ്തവം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു, ഇയാൾക്ക് തനിച്ച് ഇങ്ങനെ വലിയൊരു നെറ്റ്വർക്ക് സൃഷ്ടിക്കാൻ കഴിയുകയില്ല, അത് പ്രയാസമായിരിക്കും. ഇയാൾക്ക് ഒപ്പം പഠിച്ചിരുന്നവർ, അതാണ് ഡിയോള്, അഞ്ജു, അതുപോലെ തന്നെ അരുൺ, ഇയാൾക്കൊപ്പം പഠിച്ചവർ, ഇയാളുടെ സഹപാഠികൾ അല്ലെങ്കിൽ ഇയാളുടെ അടുത്ത കൂട്ടുകാർ, ഇവരൊക്കെ ഇതിനകത്ത് കണ്ണികളാണ്. കാരണം ഇയാൾ അമേരിക്കയിൽ ജോലി ചെയ്തിരുന്നു. അമേരിക്ക, UK ഇങ്ങനെ തുടങ്ങിയ ഇയാളുടെ രാജ്യാന്തര ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള കണ്ണികളെ ഇതിനകത്ത് ചേർത്ത് വച്ചാൽ മാത്രമേ ഈ ഡാർക്ക് നെറ്റ് വഴിയുള്ള കേരളം കേന്ദ്രീകരിച്ച്, വാഗമണ്ണിലെ ഒരു റിസോർട്ട് കേന്ദ്രീകരിച്ച്, മൂവാറ്റുപുഴയിലെ ഒരു വീട് കേന്ദ്രീകരിച്ചൊക്കെ വിദേശത്തേക്ക് ലഹരി കയറ്റിയച്ചതും മറ്റ് വമ്പൻ നഗരങ്ങളിലേക്ക് ലഹരി വിൽപ്പന നടത്തിയതുമായ ഈ ശൃംഖലയിലെ എല്ലാ കണ്ണികളെയും പുറത്തു കൊണ്ടുവരുവാൻ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികൾക്കും കഴിയുകയുള്ളൂ. ഇനി ഇവർ സ്വരൂപിച്ച പണം എന്ത് ചെയ്തു എന്നതാണ് വലിയ ചോദ്യചിഹ്നം. ഇവർ ഈ 10 കോടി 20 കോടിയൊക്കെ ഈ ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം എഡിസന്റെ വീട്ടിൽ നിന്ന് തന്നെ 35 ലക്ഷത്തോളം രൂപ ലിക്വിഡ് ക്യാഷും 70 ലക്ഷത്തിൻ്റെ ക്രിപ്റ്റോ കറൻസിയുമാണ് പിടിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ടാകും. ഇതൊക്കെ ഏത് തരത്തിലാണ് ഇവർ വിനിയോഗിച്ചത്? എവിടെയാണ് ഇവർ സൂക്ഷിച്ചിട്ടുള്ളത്? ഇവരുടെ സാമ്പത്തിക സ്രോതസ് എന്താണ്? എവിടെ നിന്നൊക്കെയാണ് ഇവർക്ക് പണം വരുന്നത്? ഇതൊക്കെ കണ്ടെത്തുക വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഒരു ഏജൻസി കൂടി ഈ അന്വേഷണത്തിൽ പങ്കാളിയാകും എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിൽ നിന്ന് മറ്റേതെങ്കിലും ഏജൻസികൾ കൂടി ഈ അന്വേഷണത്തിൽ ഭാഗഭാക്കാകും. ഇവരെ ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമേ ഈ ശൃംഖലയിലെ മറ്റ് കണ്ണികളെക്കുറിച്ചുള്ള വിവരം അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുകയുള്ളൂ എന്നും ഉറപ്പായിട്ടുണ്ട്.